വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ BJP പ്രവർത്തകൻ സൂരജ് കൊല്ലക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. ശിക്ഷ 2 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക്. 13-ാം പ്രതി പ്രദീപന് 3 വർഷം തടവ്. വിധി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേത്. ശിക്ഷ വിധിച്ചത് 19 വർഷത്തിനു ശേഷം. ഫോൺ ചോർത്തൽ ആരോപണത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന് ആശ്വാസം. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അൻവറിനെതിരെ തെളിവുകളില്ലെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിയത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി കൂട്ടുപവാസ സമരം സംഘടിപ്പിച്ച് ആശാ വർക്കർമാർ. ഡോക്ടർ P. ഗീത ഓൺലൈനായി സമരം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റിനു മുന്നിലെ നിരാഹാര സമരം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് സംസ്ഥാന തലത്തിൽ കൂട്ട ഉപവാസം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിലും ഹെൽത്ത് സെന്ററുകളിലും വീടുകളിലും സ്ത്രീകൾ ഉപവാസമിരുന്നു. കോട്ടയം പനമ്പാലത്ത് ലോൺ അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് രോഗിയായ ഗൃഹനാഥന് മർദ്ദനം. പനമ്പാലം സ്വദേശി സുരേഷിനെയാണ് പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ ആക്രമിച്ചത്. ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രതി. ഗൃഹനാഥന്റെ പരാതിയിൽ പ്രതിയായ പന്നിമറ്റം സ്വദേശി ജാക്സണെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല, സാക്ഷികളാക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥികൾ 16,000 രൂപയാണ് ഗൂഗിൾ പേ വഴി പ്രതി അനുരാജിന് അയച്ചു നൽകിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളെ ഇനിയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. തൃശൂർ വടക്കാഞ്ചേരി കല്ലുംപാറയിൽ ഒരാൾക്ക് വെട്ടേറ്റു. കുടിവെള്ള പദ്ധതിക്കായി കുഴൽക്കിണർ കുഴിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിനിടെയാണ് സംഭവം. കുടിവെള്ള സമിതി സെക്രട്ടറി മോഹനാണ് വെട്ടേറ്റത്. സമീപവാസിയായ ഏലിയാസാണ് മോഹനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങൾ മഴ കൊണ്ട് നശിച്ചു. മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം പുറത്തു സൂക്ഷിച്ച പാഠപുസ്തകങ്ങളാണ് വേനൽ മഴയിൽ നശിച്ചത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ ജോലിയിൽ നിന്ന് നീക്കി. യശ്വന്ത് വർമ്മയെ നീക്കി ചീഫ് ജസ്റ്റിസ് PK ഉപാധ്യായ അടിയന്തര ഉത്തരവിറക്കി. ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് നടപടി. പണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണ സമിതി വിദഗ്ധരുടെ സഹായം തേടും. യശ്വന്ത് വർമ്മയുടെ മൊബൈൽ ഫോണും പരിശോധിക്കും. അമേരിക്കയുമായുള്ള തീരുവ യുദ്ധത്തിന് പിന്നാലെ കാനഡയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഏപ്രിൽ 28-ന് കാനഡയിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് കാർണി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി ഗവർണർ ജനറൽ മേരി സൈമണിനെ കാർണി സന്ദർശിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കാർണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഗാസയിൽ ശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. റഫായിലും ഖാൻ യൂനിസിലും ഇന്നലെ നടന്ന ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 5 കുട്ടികളുമുണ്ട്. തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് സാലഹ് അൽ ബാദാവിനും ഭാര്യയും കൊല്ലപ്പെട്ടു. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള 3-ാം ഘട്ട ചർച്ചകൾക്കൊരുങ്ങി സൗദി. 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും ഭാഗികമായി സമ്മതിച്ച സാഹചര്യത്തിലായിരുന്നു ചർച്ച. സംസ്ഥാനത്തെ സുരക്ഷിത കടൽ തീരങ്ങളുടെ പട്ടികയിൽ നിന്നും ഫോർട്ട് കൊച്ചി ബീച്ച് പുറത്തേക്ക്. വിവിധ ട്രാവൽ ബ്ലോഗുകളും ടൂറിസം ഏജൻസികളും പ്രസിദ്ധീകരിക്കുന്ന ബീച്ച് പട്ടികയിലാണ് കൊച്ചി തീരം 10-ാം സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടത്. ട്രിപ്പ് അഡ്വൈസർ അടക്കമുള്ള ആഗോള ടൂർ ഗൈഡ് ബ്ലോഗുകളിലും ഇക്കാര്യമുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര അതിയന്നൂർ കനാലിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. ഇതുമൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശവാസികൾ നേരിടുന്നത്. അധികൃതരുടെ അനാസ്ഥയാണ് അവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. സർക്കാർ നടപ്പാക്കുന്ന പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ മാലിപ്പുറം സ്വതന്ത്ര മൈതാനിയിലെ കളിക്കളം നഷ്ടമാകുമെന്ന ആശങ്കയിൽ മാലിപ്പുറത്തെ കായിക താരങ്ങൾ.
നവീകരണത്തിന്റെ ഭാഗമായി ഓപ്പൺ സ്റ്റേജ്, ഓപ്പൺ ജിംനേഷ്യം, നടപ്പാത, പാർക്കിംഗ് ഏരിയ എന്നിവ നിർമ്മിക്കുമ്പോൾ കളിസ്ഥലം 4-1 ചുരുങ്ങുമെന്ന് താരങ്ങൾ പറയുന്നു. കളിക്കളം ഇല്ലാതാക്കുന്ന നടപടിക്കെതിരെ കായിക താരങ്ങൾ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു. തൃശൂർ മണവാരി കോവിലുവിള തുടലി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത ജനപ്രതിനിധികൾക്കെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500ഓളം പേർ മാർച്ചിൽ പങ്കെടുത്തു. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഭഗത് സിംഗ് രക്തസാക്ഷി ദിനത്തിന്റെ തിരുവമ്പാടി SFI ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. SFI കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് രാജ് യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മച്ചാട് മെമ്മറീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര അൽഫോൺസ ഹോമിലെ അന്തേവാസികൾക്ക് നൽകുന്ന സ്നേഹോപഹാര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നടന്നു. തക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മച്ചാട് മെമ്മറീസ് പ്രസിഡന്റ് K രാജൻ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടംപേരൂരിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുന്നക്കാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മന്ത്രി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 42 ലക്ഷം രൂപയിൽ നിർമ്മിക്കുന്ന കുട്ടംപേരൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമില്ലെന്നും നാടിന്റെ പുരോഗതിയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. കോഴിക്കോട് പാലത്തെ ഹിമായത്തുൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സംഘം നടപ്പിലാക്കിയത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കൃഷി അറിവുകളും പകർന്നു നൽകി പാലക്കാട് ചാലിശ്ശേരി കവുക്കോട് MMALP സ്കൂൾ. സ്കൂളിലെ 20 സെന്റ് സ്ഥലത്ത് ഓമക്കായ കൃഷിയിൽ വിളവെടുപ്പ് നടത്തി മാതൃകയാവുകയാണ് ഈ വിദ്യാലയം. ഇവിടെ ഓരോ വർഷവും വ്യത്യസ്ത ഇനം പച്ചക്കറികളും പൂക്കൾ കൃഷിയും ചെയ്തു വരുന്നുണ്ട്. തൃശൂർ പുത്തൻപള്ളിയുടെ 100ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇടവകയിലെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് മെഷീൻ നൽകി. റവറന്റ് ഫാദർ ഡോക്ടർ ആൻഡ്രൂസ് താഴത്ത് ചടങ്ങിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ മെത്രാൻ അഭിഷേക ചടങ്ങ് ആഘോഷമാക്കാൻ ഒരുങ്ങി വിശ്വാസി സമൂഹം. രൂപതയുടെ 2ാമത്തെ ബിഷപ്പായി ചുമതല ഏൽക്കുന്ന D സെൽവരാജിന്റെ മെത്രാഭിഷേക ചടങ്ങ് ചൊവ്വാഴ്ച നടക്കും. ബിഷപ്പ് വിൽസൺ സാമുവൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വത്തിക്കാനിൽ നിന്നുള്ള ഇന്ത്യൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോ പോൾ, ഡോക്ടർ ജനറി ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠന്മാർ ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ കൊടുങ്ങല്ലൂർ CPI മണ്ഡലം സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സമ്മേളനം മെയ് 2, 3, 4 തീയതികളിൽ കൊടുങ്ങല്ലൂരിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങളിലും മറ്റ് അത്യാഹിതങ്ങളിലും 24 മണിക്കൂറും സൗജന്യ സേവനം നടത്തുന്ന ആർട്സിന്റെ പുതിയ ബ്രാഞ്ച് തൃശൂർ കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജില്ലയിലെ 25 ആംബുലൻസുകൾ കാഞ്ഞാണിയിൽ റോഡിലിറങ്ങി. ആർട്സ് ജനറൽ സെക്രട്ടറിയും മേയറുമായ MK വർഗീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ കുപ്രസിദ്ധ ഗുണ്ട കയ്പമംഗലം സ്വദേശി അർജുനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി തടങ്കലിലാക്കി. അർജുൻ 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ കാപ്പ ചുമത്തിയത്. തൃശൂർ പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടിലേക്കൊരു പുസ്തകം വായനാ വസന്തം ഉദ്ഘാടനവും ഹരിത വായനശാലയുടെ പ്രഖ്യാപനവും നടന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ ഒരാൾ അറസ്റ്റിൽ. കോലോത്തുംപടി സ്വദേശി സുബിനാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട കാരുമാത്ര സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. മില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 2,65,33,000 രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഫോട്ടോഗ്രാഫർ കുഴഞ്ഞു വീണ് മരിച്ചു. മേത്തല സ്വദേശി സജീഷാണ് മരിച്ചത്.
മലപ്പുറം വടക്കൻ പറവൂരിൽ ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടി തയ്യാറാക്കിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വ്യാജ കുറിപ്പടി ഉണ്ടാക്കി നൈട്രോസപാം ഗുളികകൾ വാങ്ങിക്കൂട്ടിയതിലാണ് നടപടി. പറവൂർ സ്വദേശിയായ നിക്സൺ ദേവസ്യ, സനു വിജയൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് ഡോക്ടറുടെ വ്യാജ കുറിപ്പടിയും സീലും പിടിച്ചെടുത്തു. പരിശോധനയ്ക്കിടെ MDMA വിഴുങ്ങിയ താമരശ്ശേരി ചുടലമുക്ക് സ്വദേശി ഫായിസ് ചികിത്സയുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുക്കുക പ്രായോഗികമല്ലാത്തതിനാൽ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിലേക്ക് മാറ്റി. തിരുവനന്തപുരം കാട്ടാക്കട ആമച്ചിലിൽ യുവാവിൽ നിന്നും 195 ഗ്രാം MDMA പിടിച്ചു. MDMA പിടിച്ചെടുത്തത് ആമച്ചൽ സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന്. ബ്രെഡിനുള്ളിൽ ഹോൾ ഉണ്ടാക്കി ഒളിപ്പിച്ചാണ് MDMA കടത്തിയത്. ബംഗളൂരുവിൽ നിന്ന് MDMA കടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ പോലീസിന് സഹായിയായി സോ. മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്നവരെ കണ്ടെത്തുന്നതിനായി നർക്കോട്ടിക് സ്നിഫർ ട്രെയിനിംഗ് ലഭിച്ച ജാക്ക് റസൽ റഡർ ഇനത്തിൽപ്പെട്ട നായയാണ് സോ. കൊല്ലത്ത് സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചുള്ള പരിശോധന ഇതാദ്യം. ആലപ്പുഴ മാന്നാറിൽ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം സബ് ഇൻസ്പെക്ടർ സാംസൺ ഉദ്ഘാടനം ചെയ്തു. SNDP മാന്നാർ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വിധു വിവേക് അധ്യക്ഷനായി. കൊല്ലം ആയൂരിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ജീവനൊടുക്കി. ആയൂർ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഗുളിക നൽകിയ ശേഷം കഴുത്തിൽ ഷാൾ മുറുക്കി. അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കർണാടകയിൽ 2 മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ചു. കൊല്ലം അഞ്ചൽ സ്വദേശികളായ യാസീനും അൽത്താഫുമാണ് മരിച്ചത്. ചിത്രദുർഗയിലെ നഴ്സിംഗ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചു മടങ്ങവേ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ആലപ്പുഴ ചെങ്ങന്നൂർ കൊല്ലക്കടവിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. കൊല്ലക്കടവ് വടക്കേതിൽ ഫിലിപ്പോസ് മത്തായിയാണ് മരിച്ചത്. കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനിരിക്കെ വേഗത്തിൽ എത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പാലക്കാട് തിരുവേഗപ്പുറയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. കൈപ്പുറം പണിക്ക വീട്ടിൽ ഇബ്രാഹിമാണ് മരിച്ചത്. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഇബ്രാഹിമിനെ കൊപ്പം ഭാഗത്തു നിന്നും മെറ്റൽ കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കോഴിക്കോട് കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പരാതിക്കാരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് പരാതിക്കാരൻ ഉൾപ്പെടെ 3 പേർ. പിടിയിലായ സാജിദും ജംഷീറും പരാതിക്കാരനായ PM റഹീസിന്റെ സുഹൃത്തുക്കൾ. കവർച്ചാ നാടകം പരാതിക്കാരൻ ആസൂത്രണം ചെയ്തതെന്ന് പോലീസ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും പോലീസ് ജീപ്പിന്റെ ചില്ല് തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ പൊയ്യ സ്വദേശി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്സവത്തിനിടെ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ 7 പേർ പിടിയിൽ. കൊടശ്ശേരി സ്വദേശികളായ സുനിർ, വിജു, അരുൺ പ്രസാദ്, ഷംനാൻ, ബൈജു, കൊടശ്ശേരി സ്വദേശികളായ സനൂപ്, സുമിത്ത് എന്നിവരാണ് പിടിയിലായത്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാനാണ് ഉത്സവത്തിനിടെ വെടിയേറ്റത്. മറ്റ് 4 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ കാട്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ആനന്ദപുരം സ്വദേശി അക്ഷയാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. കൽപ്പറമ്പിൽ സ്വദേശി പ്രണവിനെ ആക്രമിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. തൃശൂരിൽ കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതി അറസ്റ്റിൽ. പോട്ട മോസ്കോ സ്വദേശി സനലാണ് അറസ്റ്റിലായത്. കാപ്പ നിയമലംഘനം നടത്തുന്നതിനായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തൃശൂരിൽ 2 കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി.
ചിറക്കേക്കാട് സ്വദേശി അക്ഷയ്ക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. അക്ഷയ്ക്കെതിരെ മുൻപും കാപ്പ ചുമത്തിയിരുന്നു. തിരുവനന്തപുരം പാറശാലയിൽ റെയിൽവേ പാളം ഇരട്ടിപ്പിക്കുന്ന പണി സൈറ്റുകളിൽ നിന്ന് സ്റ്റീലുകളും കമ്പികളും കവർന്ന 3-അംഗ സംഘം പിടിയിൽ. പിടിയിലായത് ബാലരാമപുരം സ്വദേശി നന്ദു, ആലുവിള സ്വദേശി അച്ചു, തിരുനെൽവേലി സ്വദേശി പാൽദുരൈ എന്നിവർ. മോഷ്ടിച്ച സാധനങ്ങൾ ആക്രിക്ക് വിൽക്കുകയായിരുന്നു എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. ചെലവ് ചുരുക്കലിന്റെ പേരിൽ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. 18 US ഏജൻസികളിൽ പിരിച്ചുവിട്ട 25,000-ഓളം ജീവനക്കാരെ വീണ്ടും നിയമിക്കണമെന്ന് മേരിലാൻഡ് ജഡ്ജിയുടെ ഉത്തരവ് നിലനിൽക്കുമെന്ന് US ഫെഡറൽ അപ്പീൽ കോടതി. ഡെമോക്രാറ്റുകൾ നയിക്കുന്ന 19 സംസ്ഥാനങ്ങളും വാഷിംഗ്ടൺ DC-യും നൽകിയ കേസിലാണ് ഉത്തരവ്. അഫ്ഗാനിസ്ഥാനിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള വിലക്ക് നീക്കണമെന്ന് താലിബാനോട് ആവശ്യപ്പെട്ട് യുനിസെഫ്. 6-ാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അഫ്ഗാനിസ്ഥാനിൽ നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് യുനിസെഫിന്റെ അഭ്യർത്ഥന. നവംബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ തിരിച്ചടിച്ച് ഇസ്രായേൽ. ഇസ്രായേലിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായി ലെബനനിലേക്ക് വ്യോമാക്രമണം നടത്തി. ലെബനന് നേരെ നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ തൊടുത്തത്. ആക്രമണത്തിൽ ഒരു കുഞ്ഞടക്കം 7 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന് നേർക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ ആർക്കും പരിക്കില്ല. വാഹന വില കൂട്ടാൻ നിർമ്മാണ കമ്പനികളായ ഹോണ്ടയും ഹുണ്ടയും ഏപ്രിൽ മുതൽ വില വർദ്ധിപ്പിക്കും. ഹുണ്ടായി വാഹനങ്ങൾക്ക് 3% വില കൂടും. വ്യാപാര സ്ഥാപനങ്ങളിൽ 2,000 രൂപയ്ക്ക് താഴെയുള്ള UPI ഇടപാടുകൾക്ക് ആനുകൂല്യം തുടരാൻ കേന്ദ്ര സർക്കാർ. നടപടി UPI ഇടപാട് പ്രോത്സാഹിപ്പിക്കാൻ. മലപ്പുറം വണ്ടൂരിൽ കളിക്കുന്നതിനിടെ കുട്ടികൾ കിണറ്റിൽ വീണു. അപകടത്തിൽ നിന്നും കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൂരാട് മില്ലും പടിയിലെ റോഡരികിലെ കിണറ്റിലാണ് 8ഉം 18ഉം വയസ്സുള്ള ആൺകുട്ടികൾ വീണത്. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിയെത്തി കുട്ടികളെ രക്ഷപ്പെടുത്തി. ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ മങ്കരപ്പടി മറുതമലപ്പടി റോഡ് നാട്ടുകാർ പിരിവിട്ട് സഞ്ചാരയോഗ്യമാക്കി. കാലങ്ങളായുള്ള ഉപയോഗശൂന്യമായ റോഡാണ് നാട്ടുകാർ സഞ്ചാരയോഗ്യമാക്കിയത്. ട്രാഫിക് ഫൈനുകളിൽ പിഴ അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി അദാലത്ത് നടത്തുന്നു. അദാലത്ത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് കൺട്രോൾ റൂമിൽ വെച്ച് മാർച്ച് 26-നും നോർത്ത് പറവൂരിലുള്ള മുനമ്പം DYSP ഓഫീസിൽ വെച്ച് മാർച്ച് 27, പെരുമ്പാവൂർ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ വെച്ച് മാർച്ച് 28, മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ഏപ്രിൽ 2, പുത്തൻകുരിശ് DYSP ഓഫീസിൽ ഏപ്രിൽ 3 എന്നീ തീയതികളിലാണ് നടത്തുന്നത്. തൃശൂർ ഒളക്കര ഉന്നതിയിൽ 44 കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ വീതം വനാവകാശ രേഖ വിതരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു വിശിഷ്ടാതിഥിയായിരുന്നു. തൃശൂർ പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ റിസർവ് വനം ആക്കുന്ന നടപടി പിൻവലിക്കുന്ന തീരുമാനത്തിനായി വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. മുരളി പെരുന്നല്ലി MLA, NK അക്ബർ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. ആലപ്പുഴ മാന്നാറിൽ നേത്രദിനത്തോടനുബന്ധിച്ച് ഡ്രൈവർമാർക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തി. മാന്നാർ CHCയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് എബ്രഹാം വർഗീസ്, ചെറുതല FHCയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് അരുൺ കുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായ ചടങ്ങിൽ ലോക ജലദിനത്തോടനുബന്ധിച്ച് ജലസംരക്ഷണ പ്രതിജ്ഞ പുതുക്കി. വാർഡ് മെമ്പർ ആൻഡ്രോ തൊറയൻ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ബംഗളൂരു നിവാസിയായ അക്ഷയ് സറഫും കുടുംബവുമാണ് ആനയെ നടത്തിയിരുത്തിയത്. തൃശൂർ അന്തിക്കാട് കാർഷിക മേഖലയ്ക്കും പാർപ്പിട പദ്ധതികൾക്കും മുൻഗണന നൽകി അന്തിക്കാട് പഞ്ചായത്തിലെ 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് PS സുജിത് അവതരിപ്പിച്ചു. 15 വാർഡുകളുടെയും സന്തുലന വികസന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്കും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും കുടിവെള്ള മേഖലയ്ക്കും റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും തുക നീക്കിവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസം, കായികം, മൃഗസംരക്ഷണം, വയോജന പദ്ധതികൾ, ബാലസൗഹൃദം, കുടുംബശ്രീ, ആരോഗ്യം, പൊതുമരാമത്ത്, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ പഞ്ചായത്ത് മികച്ച പ്രകടനം നടത്തിയെന്ന് റിപ്പോർട്ടിൽ. മന്ത്രി MP രാജേഷിന് നിവേദനം സമർപ്പിച്ച് ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റി. തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത്. തൃശൂർ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് MN നഗറിൽ നിർമ്മിച്ച മിനി കമ്മ്യൂണിറ്റി ഹാൾ നാടിന് സമർപ്പിച്ചു. 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഹാൾ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ താന്യം പഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് ബജറ്റ് അവതരിപ്പിച്ചു. 40.70 കോടി വരവും 39.96 കോടി ചെലവും 73.94 ലക്ഷം മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റിൽ ലൈഫ് പദ്ധതിയിൽ 3.47 കോടിയും ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 3.5 കോടിയും ആരോഗ്യ മേഖലയ്ക്ക് 85.91 ലക്ഷവും കളിസ്ഥല നിർമ്മാണത്തിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് 20 ലക്ഷവും മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്കായി 60 ലക്ഷം രൂപയും വകയിരുത്തി. മലപ്പുറം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റിൽ പാർപ്പിടം, കൃഷി, ആരോഗ്യം, വനിതാ വികസനം എന്നിവയ്ക്കും വയോജന, ഭിന്നശേഷി, സ്വയം തൊഴിൽ മേഖലയ്ക്കും പ്രാധാന്യം നൽകി. ആലപ്പുഴ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകൃത ഗ്രന്ഥശാലകൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കുട്ടനാട്ടിലെ 23 ഗ്രന്ഥശാലകൾ പദ്ധതിയുടെ ഭാഗമായി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 8 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളിൽ 49 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ ലഭിച്ചത്. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. മലപ്പുറത്ത് ഡോക്ടർ MK മുഹമ്മദ് മെമ്മോറിയൽ MES സെൻട്രൽ സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കോൺവെക്കേഷൻ സംഘടിപ്പിച്ചു. ചടങ്ങ് ഇന്റർനാഷണൽ സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ആശ ബൈജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാടൂരിൽ ഫാസിനേറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാടൂർ സെന്റ് മസ്ജിദിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. യുവാക്കളിൽ മതബോധം നഷ്ടപ്പെടുന്നതും സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതാവുന്നതുമാണ് ഇവരെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നതെന്നും ക്ലബിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും മസ്ജിദ് ഖത്തീബ് മുസ്തഫ ഫൈസി പറഞ്ഞു. മലപ്പുറം വളാഞ്ചേരിയിൽ കരിപ്പോൾ മസ്റൂൽ ഖൈറാത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ മജ്ലിസ് സംഘടിപ്പിച്ചു. ചടങ്ങ് മജ്ലിസ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉദ്ഘാടനം ചെയ്തു. തൗഫീഖ് സഖാഫി ഷൊർണൂർ അധ്യക്ഷനായി. നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ ബിഷപ്പായി D. സെൽവരാജ് ചൊവ്വാഴ്ച അഭിഷിക്തനാകും. നഗരസഭാ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിലാണ് അഭിഷേക ചടങ്ങുകൾ. ബിഷപ്പ് വിൻസെന്റ് സാമുവൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങിൽ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾ ചിറേലിയും ലത്തീൻ സഭയിലെ ബിഷപ്പുമാരും പങ്കെടുക്കും.
തൃശൂരിൽ അർണോസ് പാതിരി അനുസ്മരണം സംഘടിപ്പിച്ചു. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വാർഷികവും 293-ാം ചരമവാർഷികവും സംയുക്തമായി പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. പാതുവനാഥം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മാർ ബോസ്കോ പുത്തൂർ പിതാവ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ SFOയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കുടുംബ സംഗമം നടത്തി. പരിപാടി വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.